ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. റെയിൽവേ എക്സാംസിന്റെ പുതിയ എക്സാം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെയിൽവേ എക്സാംസ് GK ബൂസ്റ്റർ സീരീസിന്റെ പുതിയൊരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So first question, when was the 10th Constitutional Amendment Act passed in India? So ഇന്ത്യയിൽ 10th Constitutional Amendment Act ഏത് വർഷമാണ് പാസ്സാക്കിയത്? So option A 1956, option B 1960, option C 1961 and option D 1965. So ഏത് ഇയറിലാണ് 10th Constitutional Amendment Act പാസ്സാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So correct ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1961. So 1961 എന്ത് ചെയ്യുന്നത് 10th Constitutional Amendment Act പാസ്സാക്കുന്നത്. So the 10th Constitutional Amendment Act was passed in 1961. ഇനി ഈ ഒരു 10th Constitutional Amendment Act of 1961ന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അമെൻമെന്റ് ആക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇന്ത്യയുടെ 7ാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇന്ത്യയുടെ 7ാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ആഡ് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു 10th Constitutional Amendment Act of 1961 പ്രകാരമാണ്. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി വാസ് ഇൻകോർപ്പറേറ്റഡ് ആസ് ദി 7th യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയുടെ 7ാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു 10th Constitutional Amendment Act of 1961 പ്രകാരമാണ്. ഇനി 1954 വരെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്ന് പറയുന്നത് പോർച്ചുഗീസ് കൺട്രോളിലായിരുന്നു. സോ പോർച്ചുഗീസ് റൂളിന്റെ അണ്ടറിലായിരുന്നു ദാദ്ര ആൻഡ് നാഗർ ഹവേലി. സോ 1954 വരെ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു എന്ത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്ന് പറയുന്നത്. സോ 1954 എന്ത് ചെയ്യുന്നത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ലിബറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1961 വരെ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയെ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതായത് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലെ ജനങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലെ അഡ്മിനിസ്ട്രേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് 1961 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു 10th Constitutional Amendment Act of 1961 പാസ്സാക്കുന്നു. ആൻഡ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ 7ാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് 10th Constitutional Amendment Act എന്ത് ചെയ്തു രണ്ട് ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് രണ്ട് ചേഞ്ചസ് വരുത്തി. അതിനകത്ത് ആദ്യം ചേഞ്ച് വരുത്തിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഷെഡ്യൂളിലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അതായത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിന്റെ പേര് ആൻഡ് സ്റ്റേറ്റുകളുടെ ടെറിട്ടോറിയൽ ഏരിയ, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിന്റെ പേര്, യൂണിയൻ ടെറിട്ടറീസിന്റെ ജോഗ്രഫിക്കൽ ഏരിയ. ഇതാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഇന്ത്യയുടെ 7ാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെ ജോഗ്രഫിക്കൽ ഏരിയ കൂടി എന്ത് ചെയ്യണം ഇൻക്ലൂഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് എന്ത് ചെയ്തു 10th Constitutional Amendment Act of 1961 ചേഞ്ച് കൊണ്ടുവന്നു. അതുകൂടാതെ ആർട്ടിക്കിൾ 240 എന്ത് ചെയ്തു ചേഞ്ച് കൊണ്ടുവന്നു. സോ ഫസ്റ്റ് ഷെഡ്യൂളിന് മാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 240 എന്ത് ചെയ്തു ചേഞ്ച് കൊണ്ടുവന്നു. ഇനി ആർട്ടിക്കിൾ 240 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 240 പ്രസിഡന്റിന് ചില പവേഴ്സ് കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് ചില യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ ആ യൂണിയൻ ടെറിട്ടറീസിന്റെ പീസ്, പ്രോഗ്രസ്, ഗുഡ് ഗവേണൻസ് ഇതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും റൂൾസും റെഗുലേഷൻസും മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ സർട്ടൺ യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ, ചില യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ ആ യൂണിയൻ ടെറിട്ടറീസിന്റെ പീസിനും പ്രോഗ്രസിനും ഗുഡ് ഗവേണൻസിനും വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറീസ്? ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് പീസിനും പ്രോഗ്രസിനും ഗുഡ് ഗവേണൻസിനും വേണ്ടിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിയൻ ടെറിട്ടറീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. സോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന്റെ കേസിൽ ആർട്ടിക്കിൾ 240 പ്രകാരം എന്തുണ്ട് പ്രസിഡന്റിന് റൂൾസും റെഗുലേഷൻസും മേക്ക് ചെയ്യാനുള്ള പവർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പീസിനും പ്രോഗ്രസിനും ഗുഡ് ഗവേണൻസിനും വേണ്ടിയിട്ട്. അതുകൂടാതെ ലക്ഷദ്വീപിന്റെ കേസിലും എന്തുണ്ട് ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് പവേഴ്സ് ഉണ്ട്. അതുകൂടാതെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി
സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെ കേസിലും സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു ഈ യൂണിയൻ ടെറിട്ടറിയുടെ കേസിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസിഡന്റിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നിലവിൽ ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് ചില യൂണിയൻ ടെറിട്ടറീസ് സർട്ടൻ യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പീസിനും പ്രോഗ്രസിനും ഗുഡ് ഗവേണൻസിനും വേണ്ടിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ആ യൂണിയൻ ടെറിട്ടറീസ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു. സോ ഇപ്പോൾ നിലവിൽ എന്താണ്? ഇതൊരൊറ്റ യൂണിയൻ ടെറിട്ടറിയാണ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഒരൊറ്റ യൂണിയൻ ടെറിട്ടറിയാണ്. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പുതുച്ചേരിയുടെ കേസിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് അത് കണ്ടീഷണലാണ്. അതായത് പുതുച്ചേരിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസോൾവ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിരിക്കുന്ന സമയത്തോ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റൂ. സോ ആർട്ടിക്കിൾ 240 പ്രകാരം പ്രസിഡന്റിന് ഈ 3 യൂട്ടീസിന്റെ കേസിൽ എന്ത് ചെയ്യാൻ സാധിക്കും? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാൻ സാധിക്കും ഫോർ ദ പീസ്, പ്രോഗ്രസ് ആൻഡ് ഗുഡ് ഗവേണൻസ്. ആൻഡ് പുതുച്ചേരിയുടെ കേസിലും സാധിക്കും ആർട്ടിക്കിൾ 240 പ്രകാരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാൻ. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. പുതുച്ചേരിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്തായിരിക്കണം? ഡിസോൾവ് ആയിരിക്കണം അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിരിക്കണം. ആ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ആർട്ടിക്കിൾ 240 യൂസ് ചെയ്ത് പ്രസിഡന്റിന് പുതുച്ചേരിയുടെ കേസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. So next question, which of the following was not a provision of the Rowlatt Act which was introduced by the British government to curb the political dissent in India? സോ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഡിസെന്റ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള റൗലറ്റ് ആക്ടിലെ പ്രൊവിഷൻസ് ഇതിൽ ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രൊവിഷൻ? സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രൊവിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിത്തൗട്ട് ട്രയൽ. Option B, censorship of the press. Option C, arrest without warrant. And option D, grant of self-governance to Indian provinces. So ഇതിൽ ഏതാണ് റൗലറ്റ് ആക്ടിന്റെ പ്രൊവിഷൻ അല്ലാത്തതെന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗ്രാന്റ് ഓഫ് സെൽഫ് ഗവേണൻസ് ടു ദി ഇന്ത്യൻ പ്രൊവിൻസസ്. സോ റൗലറ്റ് ആക്ടിന്റെ പ്രൊവിഷൻ അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഗ്രാന്റ് ഓഫ് സെൽഫ് ഗവേണൻസ് ടു ദി ഇന്ത്യൻ പ്രൊവിൻസസ്. ഇനി റൗലറ്റ് ആക്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് ആണെന്ത്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. സോ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിന്റെ പോപ്പുലർ നെയിം ആണ്. ഈ ഒരു ആക്ടിന്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറീസ് ക്രൈംസ് ആക്ട്. So Anarchical and Revolutionary Crimes Act. So Anarchical and Revolutionary Crimes Act 1919 എന്നാണ് ഈ ഒരു റൗലറ്റ് ആക്ടിന്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത്. സോ റൗലറ്റ് ആക്ട് ഓഫ് 1919 എന്ന് പറയുന്നത് ഒരു പോപ്പുലർ നെയിം മാത്രമാണ്. ഒറിജിനൽ ആക്ടിന്റെ പേരെന്ന് പറയുന്നത് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറീസ് ക്രൈംസ് ആക്ട് 1919. അതായത് ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന റവല്യൂഷണറി ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അൺട്രസ്റ്റും ഒന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഒരു അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറീസ് ക്രൈംസ് ആക്ട് 1919 പാസ്സാക്കുന്നത്. ആൻഡ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് ഒരു സെഡിഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലായിരുന്നു. ആൻഡ് ആ സെഡിഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സർ സിഡ്നി റൗലറ്റ് ആയിരുന്നു. സോ സർ സിഡ്നി റൗലറ്റ് ആയിരുന്നു ആ ഒരു സെഡിഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ടിനെ പോപ്പുലർ ആയിട്ട് റൗലറ്റ് ആക്ട് എന്ന് വിളിക്കുന്നത്. സോ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919 കൊണ്ടുവരുന്നത് സർ സിഡ്നി റൗലറ്റിന്റെ ചെയർമാൻഷിപ്പിലുള്ള സെഡിഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിലായിരുന്നു. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ടിനെ പോപ്പുലർ ആയിട്ട് എന്ത് വിളിക്കുന്നത്? റൗലറ്റ് ആക്ട് ഓഫ് 1919 എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഡ്രക്കോണിയൻ ആക്ട് ആയിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ഡ്രക്കോണിയൻ ആക്ട് ആയിരുന്നു ഈ ഒരു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. സോ ഇത് പ്രകാരം റൗലറ്റ് ആക്ട് ഓഫ് 1919 പ്രകാരം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരാളെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ടെററിസ്റ്റ് ആണെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യാൻ സാധിക്കും? അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്.
സോ വാറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും, അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, തടവിൽ വെക്കാനായിട്ട് സാധിക്കും വിത്തൗട്ട് എനി ട്രയൽ. അതായത് വിചാരണയൊന്നും കൂടാതെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, തടവിൽ വെക്കാനായിട്ട് സാധിക്കും ഫോർ എ പീരീഡ് ഓഫ് 2 years. അതായത് 2 വർഷം വരെ വിചാരണ ഒന്നും കൂടാതെ തന്നെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, തടവിൽ വെക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പവർ കൊടുത്തിട്ടുള്ള ഒരു ആക്ട് ആണെന്ത്, റൗലറ്റ് ആക്ട് ഓഫ് 1919 എന്ന് പറയുന്നത്. അതുകൂടാതെ ഫ്രീഡം ഓഫ് പ്രസ്, അതായത് പ്രസ്സിന് എന്തുണ്ടായിരുന്നു, വളരെയധികം സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഫ്രീഡം ഓഫ് പ്രസ് എന്തല്ലായിരുന്നു, ഈ ഒരു ആക്ടിൽ അലൗഡ് അല്ലായിരുന്നു. പ്രസിന്റെ മുകളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് സെൻസർഷിപ്പുകളും ഉണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ, അതായത് പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു വാറണ്ടും കൂടാതെ ഒരു വീട് സെർച്ച് ചെയ്യാനും ആൻഡ് അതുപോലെ തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു ആക്ട് ആയിരുന്നു എന്ത്, റൗലറ്റ് ആക്ട് ഓഫ് 1919 എന്ന് പറയുന്നത്. ആൻഡ് ഈ റൗലറ്റ് ആക്ട് ഓഫ് 1919 പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി റൗലറ്റ് സത്യാഗ്രഹ ലോഞ്ച് ചെയ്യുന്നത്. സോ റൗലറ്റ് ആക്ടിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മഹാത്മാഗാന്ധി റൗലറ്റ് സത്യാഗ്രഹ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ റൗലറ്റ് സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റുകൾ നടന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് പഞ്ചാബിലും എന്ത് ചെയ്തിരുന്നു, ഈ റൗലറ്റ് സത്യാഗ്രഹയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു. ആൻഡ് ആ പ്രൊട്ടസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്ന ഫേമസ് കോൺഗ്രസ് ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലുവിനെയും അതുപോലെ തന്നെ ഡോക്ടർ സത്യപാലിനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 13 April 1919, സോ 13 April 1919 എന്ത് ചെയ്തു, ഒരു കൂട്ടം ആളുകൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിനടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്തു, പീസ്ഫുൾ ആയിട്ട് ഒത്തുകൂടി ഓൺ ദ ഒക്കേഷൻ ഓഫ് ബൈസാഖി ഫെസ്റ്റിവൽ. ആൻഡ് അന്നാണ് എന്ത് ചെയ്യുന്നത്, വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ജാലിയൻ വാലാബാഗ് മസക്കർ നടക്കുന്നത്. സോ ഈ ഒരു ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ജാലിയൻ വാലാബാഗ് മസക്കർ നടക്കുന്നത്. സോ അതെന്തിന്റെ ഭാഗമായിട്ടായിരുന്നു, റൗലറ്റ് സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് പഞ്ചാബിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകളുടെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള കോൺഗ്രസ് ലീഡേഴ്സ് സൈഫുദ്ദീൻ കിസ്ലുവിനെയും ഡോക്ടർ സത്യപാലിനെ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ജാലിയൻ വാലാബാഗ് എന്നുള്ള അമൃത്സറിനടുത്തുള്ള ഗാർഡനിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എന്ത് ചെയ്തു, ജനറൽ RES ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ആർമി ഷൂട്ട് ചെയ്തു ഓൺ 13 April 1919. ആൻഡ് ഇതാണെന്ത്, വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ജാലിയൻ വാലാബാഗ് മസക്കർ എന്ന് പറയുന്നത്. സോ ഇതാണെന്ത്, റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the right to property which was removed from Article 31 is now placed under which article? So Article 31 നിന്ന് റിമൂവ് ചെയ്ത റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 351, ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 300A, ആർട്ടിക്കിൾ 19. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A ആണ്. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1978 വരെ, സോ 1978 വരെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 31 പ്രകാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. സോ ടിൽ 1978 ആർട്ടിക്കിൾ 31 പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നതായിരുന്നു ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. എന്നാൽ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978, സോ 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്തു. അതായത് ആർട്ടിക്കിൾ 31 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരം റിമൂവ് ചെയ്തു. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 300A, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 300A വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. സോ ഇപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 300A വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ആൻഡ് ഏത് പാർട്ടിലാണ് ഈ ആർട്ടിക്കിൾ 300A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 12. സോ പാർട്ട് 12 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ 300A ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 12 ആർട്ടിക്കിൾ 300A പ്രകാരം വെറും ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 351 എന്ന് പറയുന്നത്. ഇനി എന്താണ് ആർട്ടിക്കിൾ 351 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആർട്ടിക്കിൾ യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിറക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിറക്ഷൻ? ടു സ്പ്രെഡ് അല്ല, ആർട്ടിക്കിൾ 351 എന്ത് ചെയ്യുന്നുണ്ട്, യൂണിയൻ ഗവൺമെന്റിനെ ഡിറക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്. സോ ഹിന്ദി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കണമെന്ന് യൂണിയൻ ഗവൺമെന്റിനെ ഡിറക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 351 ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്. ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്. സോ ഹിന്ദി ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വേണ്ട സ്റ്റെപ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് എടുക്കണം എന്ന് യൂണിയൻ ഗവൺമെന്റിനെ ഡിറക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 351. സോ ആർട്ടിക്കിൾ 351 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, യൂണിയൻ ഗവൺമെന്റ് ഹിന്ദി ലാംഗ്വേജിന്റെ സ്പ്രെഡിനും പ്രൊമോഷനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഓരോരോ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾ 351 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, യൂണിയൻ ഗവൺമെന്റ് ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. So next question, which of the following is not true about the Warli paintings? So Warli paintings നെ കുറിച്ച് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, Warli paintings originate from Maharashtra. Option B, they are traditionally done using natural colors on mud bowls. Option C, Warli art heavily features geometric shapes like circles, triangles and squares. Option D, Warli paintings depict scenes from the Mughal courts and royal life. So Warli paintings നെ കുറിച്ച് ഇതിലേതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. So option A, Warli paintings originate from Maharashtra. Option B, they're traditionally done using natural colors on mud bowls. Option C, Warli art heavily features geometric shapes like circles, triangles and squares. And option D, Warli paintings depict scenes from Mughal courts and royal life. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ആൻഡ് ഫൈനലി എന്ത് ചെയ്യാം, ആൻസേഴ്സിലേക്ക് വരാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, വോർലി പെയിന്റിങ്സ് ഒറിജിനേറ്റ് ഫ്രം മഹാരാഷ്ട്ര. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. വോർലി പെയിന്റിങ്സ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. സോ മഹാരാഷ്ട്രയിലുള്ള വോർലി ട്രൈബ്സിന്റെ ഇടയിലാണ് എന്ത്, ഈ ഒരു വോർലി ആർട്ട് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളത്. സോ വോർലി ട്രൈബ്സിന്റെ ഇടയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വോർലി പെയിന്റിങ്സ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മഹാരാഷ്ട്രയിലുള്ള ഒരു ട്രൈബാണ് വോർലി ട്രൈബ്സ്. സോ വോർലി ട്രൈബ്സിന്റെ ഇടയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വോർലി പെയിന്റിങ്സ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം, they are traditionally done using natural colors on mud bowls. So they are traditionally done using natural colors on mud bowls. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മഡ് ബോൾസിൽ വൈറ്റ് കളർ, സോ നാച്ചുറൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെയിന്റിങ്സ് ഡ്രോ ചെയ്യുന്നത്. സോ മഡ് ബോൾസിൽ, സോ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള മഡ് ബോൾസിൽ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വോർലി പെയിന്റിങ്സ് ഡ്രോ ചെയ്യുന്നത്. ആൻഡ് ഈ വോർലി പെയിന്റിങ്സ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് റൈസിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ റൈസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന റൈസ് സ്റ്റാർച്ചിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വൈറ്റ് കളർ ആണ് എന്ത് ചെയ്യുന്നത്, വോർലി പെയിന്റിങ്സ് പെയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് പെയിന്റ് ചെയ്യുന്ന ആ ഒരു സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മഡ് കൊണ്ടുണ്ടാക്കിയ ബോൾസിലായിരിക്കും. സോ അത് ബ്രൗൺ കളർ ആവാം, അല്ലെങ്കിൽ റെഡ് കളർ ആവാം, അല്ലെങ്കിൽ ഓക്കർ കളർ ആവാം. സോ ഇങ്ങനെയുള്ള കളേഴ്സിൽ, സോ റെഡ് അല്ലെങ്കിൽ ഓക്കർ കളറിലുള്ള മഡ് ബോൾസിലാണ് എന്ത് ചെയ്യുന്നത്, വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട്. ആൻഡ് വൈറ്റ് കളർ എന്ന് പറയുന്നത് റൈസിൽ നിന്ന് മെയ്ഡ് ചെയ്തിട്ടുള്ള വൈറ്റ് കളർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെയിന്റിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, വോർലി ആർട്ട് heavily features geometric shapes like circles, triangles and squares. സോ വോർലി പെയിന്റിങ്സിൽ നമുക്ക് മേജർലി കാണാൻ പറ്റുന്ന 3 ഷേപ്പുകളായിരിക്കും, അല്ലെങ്കിൽ വോർലി പെയിന്റിങ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് ജോമെട്രിക് ഷേപ്സ് ആയിട്ടുള്ള സർക്കിൾസും ട്രയാങ്കിൾസും സ്ക്വയേഴ്സും തന്നെയാണ്. സോ വോർലി പെയിന്റിങ്സിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ജോമെട്രിക് ഷേപ്സ് ആണ്. ആൻഡ് ജോമെട്രിക് ഷേപ്സിൽ തന്നെ സർക്കിൾസും ട്രയാങ്കിൾസും സ്ക്വയേഴ്സും ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്.
ഇനി സർക്കിൾസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിനെയും അതുപോലെ തന്നെ മൂണിനെയും ആണ് എന്ത് ചെയ്യുന്നത് ഈ സർക്കിൾസ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഇനി ട്രയാങ്കിൾസ് എന്തിനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ടൻസിനെയാണ് എന്ത് ചെയ്യുന്നത് ട്രയാങ്കിൾസ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പെയിന്റിങ്ങിന്റെ സെൻട്രൽ മോട്ടീഫായിട്ട് ആക്ട് ചെയ്യുന്നത് ആരായിരിക്കും, ഈ ഒരു സ്ക്വയേഴ്സ് ആയിരിക്കും. സോ സ്ക്വയേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് സെൻട്രൽ മോട്ടീഫായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ജോമെട്രിക് ഷേപ്സ് ആയിട്ടുള്ള സർക്കിൾസും ട്രയാങ്കിൾസും സ്ക്വയേഴ്സും ആണ് വാർലിംഗ് പെയിന്റിങ്സിൽ എന്ത് ചെയ്യുന്നത് ഡോമിനേറ്റ് ചെയ്യുന്നത്. സർക്കിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സണ്ണിനെയും മൂണിനെയാണ്. ട്രയാങ്കിൾസ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് മൗണ്ടൻസിനെയാണ്. അതേപോലെ തന്നെ സ്ക്വയേഴ്സ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പെയിന്റിങ്ങിന്റെ സെൻട്രൽ മോട്ടീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് ഈ ഒരു പെയിന്റിങ്ങിന്റെ സെൻട്രൽ മോട്ടീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, വോർലി പെയിന്റിങ്സ് ഡെപ്പിക്ട് സീൻസ് ഫ്രം മുഗൾ കോർട്ട്സ് ആൻഡ് റോയൽ ലൈഫ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ വോർലി പെയിന്റിങ്സ് എന്ന് പറയുന്നത് വോർലി ട്രൈബ്സിന്റെ ഡെയിലി റുട്ടീനും അവർക്ക് നേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവരുടെ കസ്റ്റംസ്, ട്രഡീഷൻസ്, ഫെസ്റ്റിവൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് വോർലി പെയിന്റിങ്സിൽ ഡെപ്പിക്ട് ചെയ്യുന്നത്. സോ വോർലി പെയിന്റിങ്സിൽ മെയിൻലി ഡെപ്പിക്ട് ചെയ്യുന്നത് ഈ വോർലി ട്രൈബ്സിന്റെ ഡെയിലി റുട്ടീൻ, അതുപോലെ തന്നെ നേച്ചറുമായിട്ട് അവർക്കുള്ള റിലേഷൻഷിപ്പ്, അതുകൂടാതെ അവരുടെ ട്രഡീഷൻസും കസ്റ്റംസും ഫെസ്റ്റിവൽസും ഡാൻസസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് വോർലി പെയിന്റിങ്സിൽ ഡെപ്പിക്ട് ചെയ്യുന്നത്. അല്ലാതെ മുഗൾ കോർട്ട്സിൽ നിന്നുള്ള സീൻസോ റോയൽ ലൈഫോ അല്ല എന്ത് ചെയ്യുന്നത് വോർലി പെയിന്റിങ്സിൽ ഡെപ്പിക്ട് ചെയ്യുന്നത്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഇതാണെന്ത് വോർലി പെയിന്റിങ്സിനെ സംബന്ധിച്ചുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഇനി വരാൻ പോകുന്ന റെയിൽവേ എക്സാംസ് ആയിട്ടുള്ള NTPC ഗ്രൂപ്പ് ഡി, NTPC ഗ്രൂപ്പ് ഡി ടെക്നീഷ്യൻ, ALP അങ്ങനെയുള്ള ഏത് റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെയിൽവേ കംപ്ലീറ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ എന്ന് പറയുന്നത് 8075753676 ആണ്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത് ത്രൂ കൊറിയർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് അതുകൂടാതെ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിൽ പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് എക്സ്പേർട്സ് ഫാക്കൽറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ട് ഓഫ് 1856? സോ 1856 ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, to ban the practice of child marriage. Option B, to allow the widows to inherit property. Option C, to legalize the remarriage of Hindu widows. And option D, to abolish the practice of sati. And option D, to abolish the practice of sati. So ഇതിൽ ഏതാണ് വിഡോ റീമാരേജ് ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു ലീഗലൈസ് ദ റീമാരേജ് ഓഫ് ഹിന്ദു വിഡോസ് ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഈ ആക്ട് പാസ്സാകുന്നതിന് മുന്നേ വരെ ഹിന്ദു ട്രഡീഷൻസും അതുപോലെ തന്നെ റിലീജിയസ് ബിലീഫ്സും അനുസരിച്ച് ഹിന്ദു വിഡോസിന് റീമാരേജ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. സോ ഈ ആക്ട് പാസ്സാക്കിയത് ഹിന്ദു വിഡോസിന്റെ റീമാരേജ് ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് 1856 എന്ത് ചെയ്യുന്നത് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. ആൻഡ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമറാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് ഈ ഒരു ഹിന്ദു വിഡോ റീമാരേജസ് ആക്ട് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ. സോ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് ഈ ഒരു ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ട് ഓഫ് 1856 പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ടിന്റെ ആ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് ലോർഡ് ഡൽഹൌസി ആയിരുന്നു.
സോ ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ടിന്റെ ആ ഒരു ബില്ല് അല്ലെങ്കിൽ ആ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ്. സോ ലോർഡ് ഡൽഹൌസിയാണ് ഈ ഒരു ആക്ടിന്റെ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ എന്ത് ചെയ്തത്, മേക്ക് ചെയ്തത്. പക്ഷെ ഈ ഒരു ആക്ട് പാസ്സാക്കിയത് ലോർഡ് ക്യാനിങ് ആണ്. സോ ലോർഡ് ക്യാനിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ട് പാസ്സാക്കുന്നത്. ബട്ട് ഈ ഒരു ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ടിന്റെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ആരാണ്, ലോർഡ് ഡൽഹൌസിയാണ്. സോ രണ്ട് ഗവർണേഴ്സ്, രണ്ട് ബ്രിട്ടീഷ് ഗവർണേഴ്സ് എന്താണ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. സോ ഹിന്ദു വിഡോസ് റീമാരേജസ് ആക്ട് ഓഫ് 1856ന്റെ ആ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ലോർഡ് ഡൽഹൌസി ആണ്. ബട്ട് ആ ഒരു ബില്ല് പാസ്സാക്കുന്നത്, ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് ലോർഡ് ക്യാനിങ് ആണ് ഇൻ 1856. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. So next question, which of the following is not a dimension of the global gender gap index? So global gender gap index ന്റെ ഡയമെൻഷൻ അല്ലാത്തത് ഇതിൽ ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്, ഓപ്ഷൻ സി പൊളിറ്റിക്കൽ എംപവർമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. സോ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിന്റെ ഡയമെൻഷൻ ഇതിൽ ഏതാണ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഓപ്ഷൻ ബി എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, ഓപ്ഷൻ സി പൊളിറ്റിക്കൽ എംപവർമെന്റ് ആൻഡ് ഓപ്ഷൻ ഡി എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. സോ ഇതിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിന്റെ ഒരു ഡയമെൻഷൻ അല്ലാത്തത് ഇതിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി മാത്രമാണ്. സോ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 2006 മുതൽ, സോ 2006 മുതൽ ആനുവലി വർഷാവർഷം പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ്. സോ വർഷാവർഷം പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ത്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കോണമിക് ഫോറം ആണ്. സോ വേൾഡ് എക്കോണമിക് ഫോറം 2006 മുതൽ വേൾഡ് എക്കോണമിക് ഫോറം 2006 മുതൽ വർഷാവർഷം ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ത്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 148ഓളം കൺട്രീസിന്റെ, സോ 148 കൺട്രീസിൽ ജെൻഡർ ഇക്വാളിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. സോ 148 കൺട്രീസിലെ മെന്നിന്റെയും വുമന്റെയും ഇടയിലുള്ള ഇക്വാളിറ്റി, ജെൻഡർ ഇക്വാളിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അസസ് ചെയ്യുന്നത്. ആൻഡ് വേൾഡ് എക്കോണമിക് ഫോറം 2006 മുതൽ ആനുവലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ജെൻഡർ ഇക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ 4 ഡയമെൻഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ജെൻഡർ ഇക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ 4 ഡയമെൻഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡയമെൻഷൻ ആണെന്ത്, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ് ഡയമെൻഷൻ ആണെന്ത്, എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്. തേർഡ് ഡയമെൻഷൻ ആണെന്ത്, പൊളിറ്റിക്കൽ എംപവർമെന്റ്. അത് കൂടാതെ മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ട്, അതാണെന്ത്, ഹെൽത്ത് ആൻഡ് സർവൈവൽ. സോ ഹെൽത്ത് ആൻഡ് സർവൈവൽ, ഇത് 4 ആണെന്ത്, 4 ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. സോ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ജെൻഡർ ഇക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് എക്കോണമിക് ഫോറം 4 ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്കോണമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, പൊളിറ്റിക്കൽ എംപവർമെന്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ. ഇനി 2025 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ, സോ 2025 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 131 ആണ്. സോ 131 ഔട്ട് ഓഫ് 148 ആണെന്ത്, ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. സോ 148 കൺട്രീസിൽ 131ാമത്തെ റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത്. ആൻഡ് അതിന് പ്രീവിയസ് ഇയറിലെ, സോ 2024 റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ മുൻ വർഷങ്ങളിലെക്കാളും താഴ്ന്ന റാങ്കിലാണ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, റാങ്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പെർഫോമർ ആയിട്ടുള്ളത്
ഐസ്ലാൻഡ് ആണ്. സോ ഐസ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കിലുള്ള കൺട്രി എന്ന് പറയുന്ന ഐസ്ലാൻഡ് ആണ്. ആൻഡ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത് 16th കോൺസിക്യൂട്ടീവ് ഇയർ, അതായത് 16ാമത്തെ വർഷം തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫോർ ദ 16th കോൺസിക്യൂട്ടീവ് ഇയർ ഐസ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട് നമ്പർ 1 പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐസ്ലാൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് നോർവേ ഉണ്ട്. സോ ഐസ്ലാൻഡിനെ ഫോളോ ചെയ്തുകൊണ്ട് സെക്കൻഡ് പൊസിഷനിൽ നോർവേയും തേർഡ് പൊസിഷനിൽ UK ആൻഡ് UK ഫോളോ ചെയ്തുകൊണ്ട് ന്യൂസിലാൻഡും ഉണ്ട്. സോ ഈ ഒരു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഫസ്റ്റ് പൊസിഷനുള്ളത് ഐസ്ലാൻഡ് ആണ്. ആൻഡ് ഐസ്ലാൻഡ് 16th കോൺസിക്യൂട്ടീവ് ഇയർ തുടർച്ചയായിട്ടുള്ള 16ാമത്തെ വർഷമാണ് എന്ത് ചെയ്യുന്നത്. സോ തുടർച്ചയായിട്ടുള്ള 16ാമത്തെ വർഷമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഫിൻലൻഡിനാണ്. സോ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഫിൻലൻഡിനാണ്. ആൻഡ് തേർഡ് പൊസിഷൻ ആണ് നോർവേക്ക്, ഫോർത്ത് പൊസിഷൻ ആണ് UK ആൻഡ് ഫിഫ്ത്ത് പൊസിഷൻ ആണ് എന്ത് ന്യൂസിലാൻഡ്. സോ ഫസ്റ്റ് പൊസിഷൻ ഐസ്ലാൻഡ്. ടോപ്പ് 5 റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ ഐസ്ലാൻഡ് ആണ്, സെക്കൻഡ് പൊസിഷനിൽ ഫിൻലൻഡ് ആണ്, തേർഡ് പൊസിഷനിൽ നോർവേ, ഫോർത്തിൽ UK ആൻഡ് ഫിഫ്ത്ത് പൊസിഷനിലാണ് ന്യൂസിലാൻഡ് ഉള്ളത്. ആൻഡ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 131 ആണ് ഔട്ട് ഓഫ് 148. സോ ഇതൊക്കെയാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് എ പാരലൽ ഗവൺമെന്റ് ഫോംഡ് ഡ്യൂറിംഗ് ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് എവിടെയാണ്, താഴെ പറയുന്ന 4 ഓപ്ഷൻസിൽ എവിടെയാണ് പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബോംബെ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ബാലിയ ആൻഡ് ഓപ്ഷൻ ഡി മദ്രാസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാലിയാണ്. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1942 മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലാണ് എന്ത് ചെയ്യുന്നത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഫേമസ് സ്ലോഗൻ ആയിട്ടുള്ള ഡു ഓർ ഡൈ എന്നുള്ള സ്ലോഗൻ എന്ത് ചെയ്യുന്നത് അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് പാരലൽ ഗവൺമെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പാരലായിട്ട് എന്ത് ചെയ്തു ഇന്ത്യൻസ് ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരലൽ ഗവൺമെന്റ് ആണെന്ത് ബാലിയയിലുള്ള പാരലൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ ബാലിയ എന്ന് പറയുന്നത് പ്രസന്റ് ഉത്തർപ്രദേശിലുള്ള ഒരു പ്ലേസ് ആണ്. ആൻഡ് ഈ ബാലിയയിൽ പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു ബാലിയയിൽ പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തതിന് ലീഡർഷിപ്പ് കൊടുത്തത് ചിട്ടു പാണ്ഡെയാണ്. സോ ചിട്ടു പാണ്ഡെയുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് UPയിലുള്ള ബാലിയയിൽ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അതുകൂടാതെ മറ്റൊരു സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട് പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് തംലൂക്ക് വിച്ച് ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ. സോ വെസ്റ്റ് ബംഗാളിലുള്ള തംലൂക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീഡർഷിപ്പ് എടുത്ത ആളാണ് സതീഷ് ചന്ദ്ര സാമന്ത. സോ സതീഷ് ചന്ദ്ര സാമന്തയുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത് തംലൂക്കിൽ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഗവൺമെന്റ് പോപ്പുലർലി അറിയപ്പെട്ടത് ജാതീയ സർക്കാർ എന്നാണ്. സോ ജാതീയ സർക്കാർ എന്നുള്ള പേരിലാണ് ഈ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്തത് വളരെയധികം പോപ്പുലർ ആയിട്ട് അറിയപ്പെട്ടുള്ളത്, ജാതീയ സർക്കാർ. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് 3 സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് പാരലൽ ഗവൺമെന്റ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബാലിയ എന്ന് പറയുന്നത് പ്രസന്റ് ഡേ UPയിലാണ്. ആൻഡ് പ്രസന്റ് ഡേ UPയിൽ ചിട്ടു പാണ്ഡെയുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം വെസ്റ്റ് ബംഗാളിലുള്ള തംലൂക്കിലും എന്ത് ചെയ്യുന്നുണ്ട് പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സതീഷ് ചന്ദ്ര സാമന്ത. ആൻഡ് ഈ ഒരു പാരലൽ ഗവൺമെന്റിനെ പോപ്പുലർലി അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് എന്തായിരുന്നു ജാതീയ സർക്കാർ എന്നായിരുന്നു. അതുകൂടാതെ സതാരയിലും മഹാരാഷ്ട്രയിലുള്ള സതാരയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്തത് YB ചവാന്റെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പാരലൽ ഗവൺമെന്റ് പോപ്പുലർലി അറിയപ്പെട്ടത് പ്രാദി സർക്കാർ എന്നാണ്. സോ പ്രാദി സർക്കാർ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ സത്താരയിൽ YB ചവാൻ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു പാരലൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത് പോപ്പുലർ ആയിട്ട് അറിയപ്പെട്ടുള്ളത്.
സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് 3 സ്ഥലങ്ങളിൽ പാരലൽ ഗവൺമെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ബാലിയ, അത് യു പിയിലാണ്, ചിട്ടു പാണ്ഡെയാണ് ലീഡർ. രണ്ടാമത്തത് വെസ്റ്റ് ബംഗാളിലെ തംലൂക്കില് സതീഷ് ചന്ദ്ര സാമന്തയാണ് ലീഡർ. ആൻഡ് ഈ ഒരു ഗവൺമെന്റ് പോപ്പുലർലി അറിയപ്പെട്ടത് ജാതീയ സർക്കാർ എന്നുള്ള പേരിലാണ്. ആൻഡ് മൂന്നാമത്തേതാണെന്ത് സത്താര, വിച്ച് ഈസ് ഇൻ മഹാരാഷ്ട്ര. ആൻഡ് വൈബി ചവാന്റെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാരലൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് പാരലൽ ഗവൺമെന്റ് വാസ് പോപ്പുലർലി കോൾഡ് ആസ് പ്രാതി സർക്കാർ. So next question, consider the following statement. So consider following statements regarding the minimum alternate tax in Indian tax regime. So consider the following statements regarding the minimum alternate tax MAT in the Indian tax regime. Option 1, statement 1, MAT is calculated at 15% on the book profit or at the usual corporate rates, and whichever is lower is payable as tax. Second statement, only domestic companies in India fall under this provision. Third one, MAT is an important tool with which tax avoidance can be prevented. സോ ഇതാണെന്ത് മാറ്റിനെ കുറിച്ചുള്ള ഇന്ത്യൻ ടാക്സ് റെജിമിലുള്ള മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് മാറ്റിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 1 and 2 only, option B 2 and 3 only, option C 3 only, option D 1 and 3 only. സോ നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് അനലൈസ് ചെയ്തു പോകും. സോ അതിനു മുമ്പ് വാട്ട് ഈസ് മാറ്റ്, എന്താണ് മാറ്റ് എന്നൊന്ന് നോക്കാം. സോ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഇപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് ലോസിൽ എന്തുണ്ട് ഒരുപാട് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ടാക്സബിൾ പ്രോഫിറ്റിനകത്ത് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരുപാട് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. സോ ചില കമ്പനീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റിൽ എന്ത് ചെയ്യും ഒരുപാട് ഡിഡക്ഷൻസ്, അതായത് ത്രൂ പ്രോപ്പർ ടാക്സ് പ്ലാനിങ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ടാക്സ് പ്ലാനിങ് വഴി എന്ത് ചെയ്യും അവർ ഒരുപാട് ഡിഡക്ഷൻസും എക്സംഷൻസും ക്ലെയിം ചെയ്യും. ഇങ്ങനെ ഡിഡക്ഷൻസും എക്സംഷൻസും ക്ലെയിം ചെയ്ത് വരുമ്പോൾ ഈവൻ ദോ അതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യേണ്ടി വരില്ല, ടാക്സ് ഒന്നും തന്നെ പേ ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ടാക്സ് മാത്രമേ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഒരു കമ്പനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടാക്സ് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ലോസ് പ്രകാരം ഒരുപാട് ഡിഡക്ഷൻസും ഒരുപാട് എക്സംഷൻസും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ചില കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട് പ്രോപ്പർ ടാക്സ് പ്ലാനിങ് വഴി അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താണ് ഓവർ സ്മാർട്ട് ആയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ടാക്സ് പ്ലാനിങ് വഴി എന്ത് ചെയ്യും ഒരുപാട് ഡിഡക്ഷൻസ് മാക്സിമം ഡിഡക്ഷൻസും മാക്സിമം എക്സംഷൻസും എന്ത് ചെയ്യും ക്ലെയിം ചെയ്യും. ഇങ്ങനെ മാക്സിമം ഡിഡക്ഷൻസും മാക്സിമം എക്സംഷൻസും ക്ലെയിം ചെയ്യുന്നത് വഴി ഈവൻ ദോ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ പോലും അവർക്ക് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ടാക്സ് മാത്രമേ എന്ത് ചെയ്യേണ്ടി വരുന്നുള്ളൂ പേ ചെയ്യേണ്ട അവസ്ഥ വരുന്നുള്ളൂ. ഇതുമൂലം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ടാക്സ് ലോസ് വരുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് പ്രകാരം ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും ഒരു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് അടച്ചേ പറ്റത്തുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സോ ഇപ്പൊ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്താന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഈസ് calculated at 15% on the book profit or at the usual corporate rates, and whichever is lower is payable as tax. സോ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റ്. ഇനി മറ്റൊരു പ്രോഫിറ്റ് ഉണ്ട്, അതാണെന്ത് ടാക്സബിൾ പ്രോഫിറ്റ്. സോ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡിഡക്ഷൻസും എക്സംഷൻസും എല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷം അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഒരു പ്രോഫിറ്റ് എമൗണ്ട് ഉണ്ടല്ലോ അതിനെയാണ് ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 15% ഓൺ ദ ബുക്ക് പ്രോഫിറ്റ്. അതായത് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുള്ള ബുക്ക് പ്രോഫിറ്റിന്റെ 15% ആണ് എന്ത് ചെയ്യുന്നത് MAT ആയിട്ട് മാറ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ടാക്സ് റേറ്റ് പ്രകാരം, അതായത് അവര് ഈ എക്സംഷൻസും ഡിഡക്ഷൻസും എല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷം എത്രയാണോ ടാക്സബിൾ പ്രോഫിറ്റ് വരുന്നത് ആ ടാക്സബിൾ പ്രോഫിറ്റിനകത്തുള്ള ടാക്സ് ആയിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്. സോ ഈ രണ്ട് ടാക്സസിൽ സോ ഒരു കമ്പനിക്ക് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ടാക്സിൽ ഏതെങ്കിലും ഒരു ടാക്സ് അടച്ചാൽ മതി.
ഒന്നെങ്കിൽ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുള്ള പ്രോഫിറ്റ്, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുള്ള ബുക്ക് പ്രോഫിറ്റ്സിന്റെ 15% ഒന്നെങ്കിൽ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ആയിട്ട് അടയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നോർമൽ ടാക്സ് കാൽക്കുലേഷൻ വഴി അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇൻകം ടാക്സ് റൂൾസിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻസും എക്സംഷൻസും എല്ലാം മാറ്റിയിട്ട് എത്രയാണോ ടാക്സബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആ ഒരു എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്, ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. ആൻഡ് ഈ രണ്ട് എമൗണ്ട്സിൽ ഏറ്റവും ലോവർ ഏതാണോ അതാണ് അവർ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ ഒന്നെങ്കിൽ ബുക്ക് പ്രോഫിറ്റിന്റെ 15% MAT ആയിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ നോർമൽ ടാക്സ് റൂൾസ് പ്രകാരം എത്രയാണോ അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് അത് ടാക്സ് ആയിട്ട് അടയ്ക്കണം. ഈ രണ്ട് ടാക്സിൽ ഏതാണോ ലോവർ അത് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MAT എന്ന് പറയുന്നത് എന്താണ്, 15% തന്നെയാണ്. സോ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 15% ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ബുക്ക് പ്രോഫിറ്റിന്റെ 15% ആണ് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, യൂഷ്വൽ കോർപ്പറേറ്റ് ടാക്സ് എത്രയാണോ അതാണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ആ ഒരു പാർട്ടും എന്താണ്, കറക്റ്റ് ആണ്. ബട്ട് ഈ രണ്ട് ടാക്സസിൽ ഏതാണോ ഹയർ ടാക്സ് അതായിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്, അടയ്ക്കേണ്ടി വരുന്നത്. സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവര് മാറ്റ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് ഏതെങ്കിലും ഒന്നടച്ചാൽ മതി. സോ മാറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എത്രയാണോ ബുക്ക് പ്രോഫിറ്റ് അതിന്റെ 15%. ഇനി നോർമൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിൽ ആ ഒരു ടാക്സ്, ഇതിൽ ഏതെങ്കിലും ഒന്നടച്ചാൽ മതി. ബട്ട് ഈ രണ്ട് ടാക്സിൽ ഏതാണോ ഏറ്റവും ഹയർ ആയിട്ടുള്ള ടാക്സ് അതായിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്, ആ ഒരു കമ്പനി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ടിൽ ഏതാണോ ലോവർ അതാണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ബട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു പാർട്ടാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണോ ഹയർ ടാക്സ് അതാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, അടയ്ക്കേണ്ടി വരുന്നത്. ഇനി രണ്ടാമത്തെ, ഓൺലി ഡൊമസ്റ്റിക് കമ്പനീസ് ഇൻ ഇന്ത്യ ഫോൾ അണ്ടർ ദിസ് പ്രൊവിഷൻ. സോ ഇന്ത്യയിൽ ഇനിഷ്യലി മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് ലോഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനീസ് മാത്രമായിരുന്നു ഇൻക്ലൂഡഡ് ആയിരുന്നത്. ബട്ട് ലേറ്റർ എന്ത് ചെയ്തു, ഇതിനകത്ത് ഫോറിൻ കമ്പനീസിനെ കൂടി എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു. സോ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിലും ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യേണ്ടി വരും, ഒന്നെങ്കിൽ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണോ അത് അടയ്ക്കേണ്ടി വരും. സോ അവർക്ക് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, മാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ വിത്ത് വിച്ച് ടാക്സ് അവോയ്ഡൻസ് ക്യാൻ ബി പ്രിവെന്റഡ്. സോ ടാക്സ് അവോയ്ഡൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ മാറ്റ് എന്ന് പറയുന്നത് എന്താണ്, മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. സോ ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അടയ്ക്കേണ്ട ഒരു മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. സോ ഇതെന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, കമ്പനികൾ ടാക്സ് അവോയ്ഡ് ചെയ്ത് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു മാറ്റ് കൊണ്ടുവന്നതിന് ശേഷം ഒരു കമ്പനി ഒന്നെങ്കിൽ മാറ്റ് അടയ്ക്കണം അല്ലെങ്കിൽ നോർമൽ കോർപ്പറേറ്റ് ടാക്സസ് അടയ്ക്കണം. സോ മാറ്റ് ആണെങ്കിൽ ബുക്ക് പ്രോഫിറ്റ്സിന്റെ 15%, അല്ല നോർമൽ കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിൽ എത്രയാണോ അടയ്ക്കേണ്ട ടാക്സ് അത്. ഈ രണ്ട് ടാക്സിൽ ഏതാണോ ഹയസ്റ്റ് ആയിട്ടുള്ളത് അതായിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഒരു കമ്പനി ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. സോ അതാണെന്ത്, മാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മാറ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനീസിന് ആപ്ലിക്കബിൾ ആണ്, ഫോറിൻ കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഈ മാറ്റ് എന്ന് പറയുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്, കമ്പനികൾ ടാക്സ് ഒഴിവാക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു തെറ്റുണ്ട്, ലോവർ അല്ല, രണ്ടിൽ ഏതാണോ ഹയർ അതാണ് അടയ്ക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും തെറ്റുണ്ട്, ഡൊമസ്റ്റിക് കമ്പനീസിന് മാത്രമല്ല ഫോറിൻ കമ്പനീസിനും മാറ്റ് ആപ്ലിക്കബിൾ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ടാക്സ് അവോയ്ഡൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിൽ 3 മാത്രമാണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഓപ്ഷൻ 3 മാത്രമാണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. So next question, what was the objective of the second 5-year plan? Second 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻക്രീസ് ദി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഓപ്ഷൻ ബി, പ്രൊമോട്ട് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എസ്പെഷ്യലി ഹെവി ഇൻഡസ്ട്രീസ്. ഓപ്ഷൻ സി, ഫോക്കസ് ഓൺ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ലാൻഡ് റിഫോംസ്. ഓപ്ഷൻ ഡി, പ്രൈവറ്റൈസ് മേജർ സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി.
സെക്കൻഡ് 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പ്രൊമോട്ട് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എസ്പെഷ്യലി ഹെവി ഇൻഡസ്ട്രീസ്. സോ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, എസ്പെഷ്യലി ഹെവി ഇൻഡസ്ട്രീസിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് 5-year പ്ലാൻ വഴി എയിം ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത് PC മഹൽനോബിസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് 5-year പ്ലാൻ മഹൽനോബിസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നതാണ് നെഹ്റു മഹൽനോബിസ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണെന്ന് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ഒരു ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആൻഡ് PC മഹൽനോബിസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 5-year പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ നെഹ്റു മഹൽനോബിസ് മോഡൽ. ആൻഡ് ഈ ഒരു സെക്കൻഡ് 5-year പ്ലാൻ പ്രകാരം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. സോ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെക്കൻഡ് 5-year പ്ലാന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഫിക്സ് ചെയ്തത്. ആൻഡ് എസ്പെഷ്യലി ഹെവി ഇൻഡസ്ട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് എന്ത് സെക്കൻഡ് 5-year പ്ലാൻ. Next question. When were the private purses officially abolished in India? So ഇന്ത്യയിൽ പ്രൈവറ്റ് പേഴ്സസ് ഏത് ഇയറിലാണ് ഒഫീഷ്യലി അബോളിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1971 ആൻഡ് ഓപ്ഷൻ ഡി 1977. സോ ഇത് ഏത് വർഷമാണ് പ്രൈവറ്റ് പേഴ്സസ് ഇന്ത്യയിൽ അബോളിഷ് ചെയ്തത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1971 ആണ്. സോ 1971 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൈവറ്റ് പേഴ്സ് അബോളിഷ് ചെയ്യുന്നത്. ഇനി എന്താണ് പ്രൈവറ്റ് പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടി. സോ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ടായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ ജോയിൻ ചെയ്ത പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്ത പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ റൂളേഴ്സ് ഉണ്ടല്ലോ, സോ അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്തതിന് പകരം ഇൻ കോമ്പൻസേഷൻ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വർഷാവർഷം ഒരു എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത് പ്രൈവറ്റ് പേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യൻ യൂണിയനിലേക്ക് ജോയിൻ ചെയ്ത പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റൂളേഴ്സിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കോമ്പൻസേഷൻ ആണെന്ത് പ്രൈവറ്റ് പേഴ്സസ് എന്ന് പറയുന്നത്. സോ ഈ പ്രൈവറ്റ് പേഴ്സസ് 1947 ജോയിൻ ചെയ്ത ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റൂളേഴ്സിനാണ് കൊടുക്കുന്നത്. ആൻഡ് ഈ പ്രൈവറ്റ് പേഴ്സ് എന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രൈവറ്റ് പേഴ്സസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ പ്രൈവറ്റ് പേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ റൂളേഴ്സിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊട്ടക്ഷനിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കോമ്പൻസേഷൻ ആയിരുന്നു എന്ത് പ്രൈവറ്റ് പേഴ്സ് എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 291, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 291 ആണ് എന്ത് ചെയ്യുന്നത് ഈ പ്രൈവറ്റ് പേഴ്സസിനെ കുറിച്ച് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിക്കിൾ. സോ ആർട്ടിക്കിൾ 291 ആണ് എന്ത് ചെയ്യുന്നത് ഈ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റൂളേഴ്സിന് പ്രൈവറ്റ് പേഴ്സസ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ മറ്റൊരു ആർട്ടിക്കിൾ കൂടിയുണ്ട്, അതാണ് ആർട്ടിക്കിൾ 362. സോ ഈ ആർട്ടിക്കിൾ 362 എന്ന് പറയുന്നത് ഇന്ത്യൻ റൂളേഴ്സിന് ചില പ്രത്യേക റൈറ്റ്സും പ്രിവിലേജസും കൊടുത്തിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ റൂളേഴ്സിന്റെ ചില റൈറ്റ്സും പ്രിവിലേജസും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിക്കിൾ ആണെന്ത് ആർട്ടിക്കിൾ 362 എന്ന് പറയുന്നത്. സോ പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റൂളേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ആൻഡ് പ്രൈവറ്റ് പേഴ്സൺ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു കോമ്പൻസേഷൻ ആയിരുന്നു. ആർട്ടിക്കിൾ 291 ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ റൂളേഴ്സിന് പ്രൈവറ്റ് പേഴ്സ് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 362 എന്ന് പറഞ്ഞ മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ഇന്ത്യൻ റൂളേഴ്സിന് എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ചില സർട്ടൻ റൈറ്റ്സും പ്രിവിലേജസും, ഇന്ത്യൻ റൂളേഴ്സിന്റെ ചില പ്രത്യേക റൈറ്റ്സും അതുപോലെ തന്നെ പ്രിവിലേജസും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 362 ആണ്. സോ ഈ ആർട്ടിക്കിൾ 362 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 291 എന്ത് ചെയ്യുന്നു ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 26th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1971.
സോ 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1971. സോ 1971 എന്ത് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കൊണ്ടുവരുന്നു. ഈ 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 291 റിമൂവ് ചെയ്തു, ആർട്ടിക്കിൾ 362 റിമൂവ് ചെയ്തു. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം 26th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1971 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പ്രൈവി പേഴ്സ് ഇന്ത്യയിൽ ഒഫീഷ്യലി അബോളിഷ് ചെയ്യുന്നത്. സോ എന്താണ് പ്രൈവി പേഴ്സ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്സിന്റെ റൂളേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു പ്രൈവി പേഴ്സ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഗ്യാരണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പ്രൈവി പേഴ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 291 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പ്രൈവി പേഴ്സ് ഇന്ത്യൻ റൂളേഴ്സിന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ആർട്ടിക്കിൾ 362 എന്ന് പറയുന്ന ഇന്ത്യൻ റൂളേഴ്സിന്റെ ചില റൈറ്റ്സും പ്രിവിലേജസും പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആർട്ടിക്കിൾ ആയിരുന്നു. എന്നാൽ 1971 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, 26th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1971 പാസ്സാക്കുന്നു. അത് പ്രകാരം ആർട്ടിക്കിൾ 291 ആർട്ടിക്കിൾ 362 അബോളിഷ് ചെയ്തു. അതുവഴി പ്രൈവി പേഴ്സ് എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്